മരണം ശത്രുവാണോ അതോ മനുഷ്യൻ സൃഷ്ടിച്ച തെറ്റിദ്ധാരണയോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത ഒരാളുടെ ശരീരം കണ്ടിരുന്നു. സുഹൃത്തിൻ്റെ അച്ഛൻ. അധികമാരും കടന്നു പോകാത്ത ഇടവഴിയിലായിരുന്നു സംഭവം. ആദ്യമായാണ് ഒരു ചെറുപുഞ്ചിരി നിറഞ്ഞ മരണമുഖം കണ്ടത്. എന്തുകൊണ്ടായിരുന്നു അത്? അയാളുടെ മുഖത്ത് എന്തിനായിരുന്നു ആ ചെറുപുഞ്ചിരി? ആനന്ദവും സമാധാനവും നൽകുന്ന സെറോട്ടോണിൻ നിറഞ്ഞതുകൊണ്ടാണോ? അതോ ഭയത്തിൽ നിന്ന് രക്ഷിക്കാനാണോ പ്രകൃതി ഇത് ചെയ്തത്? അല്ലെങ്കിൽ ലൗകിക ബന്ധങ്ങൾ മുറിച്ചു മാറ്റിയ അയാൾ ചിരപുരാതന ബന്ധുക്കളെ കണ്ടതുകൊണ്ടായിരിക്കുമോ? ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ബന്ധുക്കളെ. നിങ്ങളുടെ ജീവിതകാലത്ത് ഉണ്ടായിരുന്ന നിങ്ങൾ കടലിൽ വീണ മഴത്തുള്ളി പോലെ അപ്രത്യക്ഷമാവും. കാലാന്തരങ്ങളിൽ മറ്റൊരു മഴത്തുള്ളിയായി മാറാൻ ഒരു ചാക്രിക ചലനമായി. ഗീത 2-ാം അധ്യായം 27-ാം ശ്ലോകം ജനിച്ചവന് മരണം തീർച്ചയാണ്, മരിച്ചവന് ജനനവും തീർച്ചയാണ് എന്ന് പറയുന്നു. ജീവിതങ്ങൾ നിലനിൽക്കുന്നത് ചിന്തകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് നിങ്ങളിൽ ബോധം നിറയുന്നത് കൊണ്ടുകൂടിയാണ്. കാര്യങ്ങളെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അനുഭവിക്കുന്നത് കൊണ്ടുകൂടിയാണ്. മസ്തിഷ്കത്തിൽ ന്യൂറോണുകളിലെ മൈക്രോ ട്യൂബുകളുകളിൽ പ്രാപഞ്ചിക ബോധം നിറഞ്ഞിരിക്കുന്നുവെന്ന് റോജർ പെൻറോസ്, സ്റ്റുവർട്ട് ഹാമറോഫ് തുടങ്ങിയ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തീർത്തിട്ട് വർഷങ്ങളായില്ല. ഇർവിൻ ഷ്രോഡിംഗർ പറഞ്ഞത് ബോധം ഒന്നു തന്നെയാണ്, പല തലകളിലൂടെ അത് പ്രത്യക്ഷമാകുന്നു എന്നാണ്. ഉപനിഷത്ത് പറയുന്നു ആത്മാവ് ഒന്നാണ്, പല ശരീരങ്ങളിലൂടെ അത് പ്രത്യക്ഷമാകുന്നു എന്നാണ്. സാമ്യഭാവത്തെ ശ്രദ്ധിക്കുക. നിങ്ങൾ മഴത്തുള്ളിയല്ല, മഴത്തുള്ളിയായി അഭിനയിക്കുന്ന സമുദ്രമാണ്. ഒരു മാംസവസ്ത്രത്തിൽ ജീവൻ നിറച്ചു വെച്ച വലിയ ഊർജ സംഭരണിയാണ് ഓരോരുത്തരും. ഗീത 2-ാം അധ്യായം 22-ാം ശ്ലോകം പറയുന്നത് മനുഷ്യൻ ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മരണമെന്നത് നിങ്ങളല്ലാത്തതെല്ലാം ഇല്ലാതാക്കലാണ്. മരണത്തിൻ്റെ രഹസ്യം നിങ്ങൾ മരിക്കും മുമ്പ് മരിക്കുക എന്നതാണ്. മരണമില്ലെന്ന് കണ്ടെത്തുക. റൂമിയുടെ ആശയം ഇതാണ്: മരണം ഒന്നും കൊണ്ടുപോകുന്നില്ല, നമ്മൾ തെറ്റായി സ്വന്തമാക്കിയതെല്ലാം തിരികെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യമുയരും, അഴിച്ചു വെക്കാനാകാത്തത് എന്താണ് എന്ന്. അതിനെ ആത്മാവ് എന്ന് വിളിക്കുന്നതാണ് ബുദ്ധി. കാലാവസ്ഥ പോലെയാണ് ജീവിതം. ചൂടും തണുപ്പും മഞ്ഞും മഴയും മാറി മാറി ജീവിതത്തിനുമേൽ വന്നു പതിക്കുന്നു. ഗീത 2-ാം അധ്യായം 14-ാം ശ്ലോകം അത് വ്യക്തമാക്കി തരുന്നു. മിക്ക മനുഷ്യരും സ്വപ്നങ്ങളെ ഉള്ളിലടക്കം ചെയ്ത് നിരാശയോടെ ജീവിക്കുന്നു. അവസാനം കുഴിമാടത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് ഹെൻറി ഡേവിഡ് thoreau ആണ്. മനുഷ്യൻ്റെ യഥാർത്ഥ നരകം അവനാകാമായിരുന്ന മനുഷ്യനും ആയിത്തീർന്ന മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അക്ഷയഖനി എണ്ണയും സ്വർണവുമല്ല, ജീവിക്കാതെ പോയ ജീവിതങ്ങളും നടക്കാതെ പോയ സ്വപ്നങ്ങളും അടക്കിയ കുഴിമാടങ്ങളാണ്. മരിച്ചവരെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. കാരണം ഈ ഭൂമിയിൽ നാം ചവിട്ടി നിൽക്കുന്നത് മരിച്ചുപോയ മനുഷ്യരെയും അവരുടെ സ്വപ്നങ്ങളെയും അടക്കിയ മണ്ണിന്മേലാണ്.